അങ്ങനെ വായിച്ച ഒരു കഥയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയുടെ അടുത്ത് ഇരിങ്ങാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പൂതിപ്പാപ്പ എന്ന് പേരായിട്ടാളുണ്ടായിരുന്നു. പൂതിപ്പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഒരിക്കൽ ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സദസ്സെന്ന് ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇരിങ്ങാവൂർ. അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട്. മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറയും. പിന്നെ കുറച്ചാണ് പോയാൽ പിന്നെ ആരെങ്കിലും കണ്ടാൽ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന്. ഇതിങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് എല്ലാവരും കൂടിയും പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. അങ്ങനെയുള്ള നമ്മളൊരു പരിപാടി അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വാക്ക് ഒരാൾ രണ്ടോട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ആ പേരിടും. പേരിടാൻ നമ്മൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെയാണ് നമ്മളെ പരിപാടി. എന്തായാലും കുട്ടികളെ കൂടി മൂപ്പർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. മൂപ്പര് മരിച്ചതിന് ശേഷം വഫാത്തായതിൻ്റെ ശേഷം പിന്നെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി. വഫാത്തായതിൻ്റെ ശേഷം അത് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പല ആളുകളും വഫാത്തായതിൻ്റെ ശേഷം നമ്മൾ അറിയണതിൻ്റെ കാരണം. അല്ലാതെ ചില ആൾക്കാർക്ക് തോന്നുന്നു മരിച്ചപ്പോൾ വലുതാക്കിയതാണെന്ന്. അങ്ങനെയല്ല. ജീവിതകാലത്ത് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പൂർവികന്മാരുടെ ഒരു രീതി അതാണ്. വഫാത്തിന് ശേഷമാണ് മദ്ഹുകൾ പറയാറുള്ളത്. അങ്ങനെയാണ് വേണ്ടതും. അതുകൊണ്ട് മൂപ്പര് വഫാത്തായതിന് ശേഷം മൂപ്പരെക്കുറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ മഹാനവറുകളുടെ മദ്ഹ് പറഞ്ഞു. മഹാനവറുകൾ പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറഞ്ഞ ആ പെണ്ണെട്ടൽ വിടുന്നല്ല ശരിക്ക്. മൂപ്പർക്ക് പെണ്ണെട്ടാൻ പൂതി എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ്. അതിന് ഈ ചില്ലറ പൈസ ഒന്നും പോരാ, വലിയ ഡോളറാണ്ട് വേണ്ടി വരും. നമ്മളെ ഈ മൂല്യമില്ലാത്ത പൈസ, ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പറ്റില്ല. ഇന്ത്യൻ്റെ എന്ന് പറയാൻ പൂതിയുണ്ട്, നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പോരാ, അതിന് ഡോളറുണ്ട് വേണം, വലിയ വലിയ പൈസ വേണം. സ്വർഗത്തിൽ നിന്ന് ഊർലിങ്ങളെ തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ ഉണ്ടല്ലോ, പദ്യം 10 വാള്യങ്ങളാണ് തഴവയുടെ അൽ മവാഹിബുൽ ജലിയ. അതിൻ്റെ 10ാം വാള്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗ്ഗാണ്. 10ാമത്തെ വാള്യത്തിൻ്റെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റി പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ അവസാനം മൂപ്പരിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അള്ളാഹു തഴവസ്താദിൻ്റെ ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം കബൂൽ ചെയ്യട്ടെ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് താഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ, സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ, ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ, അസുഹാബിനും പിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞിട്ടാണ് മഹാനവറുകൾ അൽ മവാഹിബുൽ ജലിയ അവസാനിപ്പിച്ചത്. അതന്നെയാണ് പൂതിപ്പാപ്പിയും പറഞ്ഞത്. അത് അവിടുത്തെ സംഭവമാണ്, ഇവിടുത്തെ സംഭവമല്ല. അപ്പോൾ സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പറയാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓലമാതിരി ആയി കിട്ടിയെങ്കിൽ എന്ന ഒരു പൂതി ഉണ്ടാവുമല്ലോ, ആ പൂതി നമ്മളെ വിജയിപ്പിക്കും. മുഅ്മിനായ മനുഷ്യൻ്റെ ഏതാഗ്രഹവും അവനെ വിജയിപ്പിക്കുമെന്നാണ്. അപ്പോൾ സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം, പഠിച്ചവനെ അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്നൊരു പൂതി ഉണ്ടാവും എന്നുള്ളതാണ്. പൂതി വെച്ച ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. പ്രത്യേകിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ അവരുടെ മദ്ഹ് ഇങ്ങനെ പറയണം. ഏറ്റവും ചുരുങ്ങിയ പറച്ചിൽ അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തലമുറനേക്കാൾ നല്ലവരേക്കാരം. വല്ലാതെ അങ്ങോട്ട് പറയണ്ട. പേരക്കുട്ടിയേക്ക് എൻ്റെ വാപ്പാൻ്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഓൽക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ 3 അൽക്കാഫും സലാത്തും ചെല്ലാൻ നേരം ഉണ്ടായിരുന്നു, നമുക്ക് നേരമില്ല. മുമ്പൊക്കെ നമ്മൾ പള്ളിക്കൊക്കെ ജുമയൊക്കെ എന്നാൽ അൽക്കാഫും സലാത്തും കണ്ടൊരു ഏടുണ്ട്, ആ ഏടന്നെ ഇപ്പോൾ കാണൂല.